2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത്. പള്ളുരുത്തിയിൽ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധ ജ്വാല ആളിക്കത്തി. ശബരിമല സന്നിധിയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്ക് എന്ന വ്യാജേന ചെന്നൈയിലേക്ക് കടത്തുകയും ഇപ്പോൾ അതിൽ 4 കിലോയിലധികം സ്വർണം കൊള്ളയടിക്കുകയും ചെയ്ത സംഭവത്തിൽ ഭഗവാന്റെ സ്വത്തുവകകൾ കാത്തു സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകളുടെ ഒത്താശയോടെ സ്വത്തുവകകൾ കൊള്ളയടിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഹൈന്ദവ ജനതയ്ക്ക് ആവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് പള്ളുരുത്തി കുമ്പളങ്ങി വഴി പ്രതീക്ഷ തിയേറ്ററിന് മുൻവശം നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം പള്ളുരുത്തിയിലെ ഹൈന്ദവ ശക്തിയുടെ ശക്തി പ്രകടനമായി മാറി. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിലെ പള്ളുരുത്തിയിലെ നമ്മുടെ ഇത്തരത്തിലൊരു പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ക്ഷേത്ര സ്വത്തുക്കൾ, അത് സ്വർണ്ണമാണെങ്കിലും വജ്രങ്ങളാണെങ്കിലും രത്നങ്ങളാണെങ്കിലും എല്ലാം തന്നെ കൊള്ളയടിച്ച് കൊണ്ടുപോയിരുന്നത് വൈദേശിക ശക്തികൾ ആയിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ വന്ന് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാത്ത ഒരു രാജ്യം ലോകത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ വൈദേശിക ശക്തികളാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ക്ഷേത്ര സ്വത്തുക്കൾ അവർ കൊള്ളയടിച്ചതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് അവശേഷിക്കുന്ന ക്ഷേത്ര സ്വത്തുക്കളും സർവ സ്വത്തുക്കളും ഇന്ന് ഹൈന്ദവന്റെ 100ഓളം പ്രവർത്തകർ അണിനിരുന്ന പന്തം കൊളുത്തി പ്രകടനം പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് മുൻവശം എത്തിച്ചേർന്നപ്പോൾ പ്രവർത്തകർ ദേവസ്വം മന്ത്രി TR വാസവന്റെയും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിന്റെയും കോലങ്ങൾ കത്തിച്ച് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർന്ന് പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ TP പത്മനാഭൻ, BDJS എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുജിത് എന്നിവർ സംസാരിച്ചു. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും ഇവിടെ വേണ്ടെന്നും എത്രയും പെട്ടെന്ന് കുറ്റാരോപിതർ രാജിവെച്ച് പുറത്തു പോകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി PP മനോജ്, BJP പള്ളുരുത്തി മണ്ഡലം സെക്രട്ടറി രഞ്ജിത്ത്, BJP മണ്ഡലം സെക്രട്ടറി വിജിത, BMS കൊച്ചി മേഖല സെക്രട്ടറി സലി, BJP പള്ളുരുത്തി ഏരിയ പ്രസിഡന്റ് മംഗളൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം പള്ളുരുത്തി നഗർ സമ്പർക്ക് പ്രമുഖ് സതീഷ്, കർഷക മോർച്ച ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിലീഷ്, പള്ളുരുത്തി ശ്രീ വെങ്കടാചലപതി ദേവസ്വം പ്രസിഡന്റ് CN കണ്ണൻ, SVD ദേവസ്വം കമ്മിറ്റി അംഗം MH ഹരീഷ്, SNDP യൂണിയൻ കൊച്ചി താലൂക്ക് കമ്മിറ്റി അംഗം CS സന്തോഷ്, വൈശ്യ സമാജം സെക്രട്ടറി കൃഷ്ണകുമാർ, നവീൻ നായക്, സാബു, MS രാജേഷ്, ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് ഖാനർജി ഭവൻ ഗജാൻസി ഭഗവൽ സിംഗ്, ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖല ജനറൽ സെക്രട്ടറി അജയ് നായക്, ഉപാധ്യക്ഷൻ KN വിജയരാഘവൻ, സെക്രട്ടറി രാജേഷ് മോഹൻ, രക്ഷാധികാരി വിശ്വനാഥൻ, ഗോപിദാസ്, EV ഗോവിന്ദൻ, ഗണേഷ് കുമാർ, VV സോമൻ, കമ്മിറ്റി അംഗം VN രാജേശ്വരൻ, ശ്രീകുമാർ ഇടക്കൊച്ചി, ഷിബു പെരുമ്പടപ്പ്, ഹിന്ദു ഐക്യവേദി ഇടക്കൊച്ചി സമിതി പ്രസിഡന്റ് VB സോമരാജൻ, ഹരി, സുനിൽ, രാജേഷ്, രജീഷ്, മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.